കോവിഡ് ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിയ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലെ ആരോഗ്യ പ്രവർത്തകയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം. തൃക്കുന്നപ്പുഴ പാനൂരിന് സമീപം ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് സംഭവം. ബൈക്കിലെത്തിയ രണ്ടുപേർ കടന്നു പിടിക്കുകയും തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുകയുമായിരുന്നു. അക്രമത്തിൽ ആരോഗ്യ പ്രവർത്തകയ്ക്ക് പരിക്കേറ്റു. പോലീസ് പെട്രോളിംഗ് വാഹനം കണ്ട പ്രതികൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. ശരണ്യാണ് ചേരുന്നത്. മെഡിക്കൽ കോളേജ് ജോലിയും കഴിഞ്ഞ് ഇങ്ങോട്ട് വരിക 11:30 ആയി. 11:30 ആയപ്പം പുറകിൽ ഒരു ബൈക്കുകാരൻ വന്ന് അവളെ തടഞ്ഞ് അവിടെ തലക്ക് ഹെൽമെറ്റ് ഇരുന്നുകൊണ്ട് അടി കൊണ്ടില്ല. അവിടുന്ന് പോസ്റ്റേ വന്ന് ഇടിച്ച് വണ്ടിയും കംപ്ലൈൻ്റായി. അവൾ വീണ് അവിടെ നിന്ന് ഇറങ്ങി ഓടിയപ്പോൾ അവർ പുറകെ നിന്ന് കമ്മല മാലയാവുണ്ടാകുമെന്ന് പറഞ്ഞ് തപ്പി അവിടുന്ന് കൈവിട്ട് അവരെ കയ്യിൽ നിന്ന് ഒരു വീട്ടിൽ ഓടിക്കയറി. ആ ഓടിക്കയറിയ വീട്ടിൽ നിന്ന് അവൾ ഇറങ്ങി വന്ന് അവർ പിടിച്ചിവിടെ കൊണ്ടുവന്ന് വീണ്ടും അവരെ വണ്ടി പൊക്കി വെച്ചപ്പം അവളത് എന്തെടുത്തെന്നറിയാം, അവിടുന്ന് കൈവെട്ടി പോലീസുകാരെ മുമ്പിൽ ചെന്ന് വീണ്. ഇത്രയാണ് സംഭവിച്ചത്. അന്നേരം ആങ്ങളെ അങ്ങ് ചെന്ന് ഞാൻ അന്നേരം അത് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് ഓടിച്ചില്ലെന്ന്. ആ രാത്രി അവളിപ്പം വണ്ടാനം ആശുപത്രിയിൽ കിടക്കുകയാണ്. ഇന്നലെ രാത്രിയാണ് ഏകദേശം ഒരു 11:50 ആയപ്പോഴത്തേക്ക് എന്നെ സുഹൃത്തുക്കൾ വിളിച്ചാണ്. അതിനെ പോലെ നിൻ്റെ വീടിൻ്റെ വാതിൽക്ക് ഞങ്ങൾ നിൽക്കുന്നു. എന്നെ പോലെ കാരണം രാത്രി കോവിഡ് ഡ്യൂട്ടിയും കഴിഞ്ഞ് നമ്മുടെ സുഹൃത്തിൻ്റെ ഭാര്യ വീട്ടിലേക്ക് വരുന്ന വഴിയാണ് പല്ലന ഹൈസ്കൂളിൻ്റെ ഭാഗത്ത് വെച്ച് ആരോ വന്ന് തട്ടി മറിച്ചിടുകയും അവരുടെ കയ്യിലുള്ള എന്തോ വസ്തുക്കളോ ആഭരണങ്ങളോ പൈസയോ എന്തോ ആവശ്യപ്പെടുകയും അവരെ മർദ്ദിക്കുകയും ചെയ്തതായിട്ടാണ് എന്നോട് അവർ പറഞ്ഞേക്കുന്നത്. ഇത് പുതിയൊരു അനുഭവമല്ല. ഒരുപാട് സംഭവങ്ങൾ ചെറുതും വലുതുമായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഈ രാത്രികാല യാത്ര, സ്ത്രീകൾക്കുള്ള യാത്ര ഒരു സുരക്ഷിതത്വമല്ല. തോട്ടപ്പള്ളി തൃക്കുന്നപ്പുഴ റൂട്ടിൽ യാത്ര വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ സ്ത്രീകൾക്ക്. മയക്കുമരുന്നിൻ്റെ ഉപയോഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ ഒളിത്താവളങ്ങളായിട്ട് തൃക്കുന്നപ്പുഴ തോട്ടപ്പള്ളി റോഡിൻ്റെ പല ഭാഗങ്ങളും അവർ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പോലീസുകാരുടെ രാത്രികാല പട്രോളിംഗ് വളരെ കുറവാണ്. അതിൻ്റെയും ഒരു സൗകര്യം ഇവർ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് പോലീസുകാർ വളരെ ജാഗ്രത പുലർത്തണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. ഇപ്പോൾ ഈ കുട്ടി വണ്ടാനം മെഡിക്കൽ കോളേജിലാണ് കിടക്കുന്നത്. ആ കുട്ടി രാത്രി ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന വഴി പല്ലന ഹൈസ്കൂളിൻ്റെ വടക്കുവശം വെച്ചാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ജീവൻ ഭാഗ്യത്തിന് ലഭിക്കാനുണ്ടായത്. അത് കുട്ടിയുടെ തലക്കാണ് അടിച്ചത് ഈ അക്രമികൾ. അതുകൊണ്ട് പോലീസ് കർശനമായ നിയമം പാലിക്കണമെന്നും നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരായ ഞങ്ങൾക്ക് പറയാനുള്ളത്. ശരണ്യാണ് ചേരുന്നത്. ശരണ്യ, ഈ കുട്ടിയുടെ ആരോഗ്യ നില ഇപ്പോൾ എങ്ങനെയാണ്? പിന്നെ ഈ ദൃശ്യങ്ങൾ കാണാം, പിന്നാലെ പോകുന്ന ബൈക്കിന് അതിലെ ആൾക്കാരെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടോ? ഗോപി, ആളുകളെ ഇതുവരെ പോലീസിന് പിടികിട്ടിയിട്ടില്ല. കാരണം 2 പേർ ഇത്തരത്തിൽ പിന്തുടർന്നു എന്നുള്ളതിന്റെ CCTV ദൃശ്യങ്ങളും ഈ യുവതി പറഞ്ഞ മൊഴിയും മാത്രമാണ് ഇപ്പോൾ പോലീസിന് ഉള്ളത്. കാരണം CCTV ദൃശ്യങ്ങൾ നമുക്ക് കണ്ടതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ യുവതിയെ ഇരുചക്ര വാഹനത്തിൽ അതിവേഗം, അതായത് ഫോളോ ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും വണ്ടാനം മെഡിക്കൽ കോളേജിലെ ആരോഗ്യ പ്രവർത്തകയായ സുബിനയ്ക്കാണ് ഇന്നലെ രാത്രി ഡ്യൂട്ടി കഴിഞ്ഞ് മടങ്ങി പോകുന്നതിനിടയിൽ ഇത്തരത്തിലൊരു ആക്രമണം നേരിടേണ്ടി വന്നത്. ഇരുചക്ര വാഹനത്തിൽ പിന്തുടർന്ന ആളുകൾ സുബിനയെ തോട്ടപ്പള്ളി പല്ലന ഭാഗത്ത് പല്ലന സ്കൂളിന് സമീപത്ത് വെച്ച് ആക്രമിക്കുകയായിരുന്നു. ഇവർ ഇരുചക്ര വാഹനത്തിൽ ഫോളോ ചെയ്തതിനു ശേഷം പുറകിൽ നിന്ന് തലക്കടിക്കുകയായിരുന്നു. തലക്കടിച്ചപ്പോൾ സുബിനയുടെ ഹെൽമെറ്റ് ധരിച്ചിരുന്നതിനാൽ വലിയ പരിക്കലില്ല. പക്ഷെ നിയന്ത്രണം വിട്ട വാഹനം ഒരു പോസ്റ്റിലേക്ക് ചെന്ന് ഇടിക്കുകയായിരുന്നു. അതോടുകൂടി സുബിനയുടെ വാഹനവും കംപ്ലൈന്റ് ആവുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നെ തൊട്ടടുത്തൊരു വീട്ടിലേക്ക് ഓടിക്കയറി. പക്ഷേ രാത്രിയായിരുന്നതുകൊണ്ട് അവിടെയും അത്തരത്തിലുള്ള ആളുകൾ ഉണ്ടായിരുന്നില്ലെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ ഇപ്പോൾ കഴിയുന്നത്. എന്തായാലും ആ വീട്ടിൽ നിന്ന് വലിച്ചിഴച്ച് കൊണ്ടുപോകാനായി ശ്രമിച്ചു. റോഡിലേക്ക് വീണ്ടും കുതറി ഓടിയ സുബിന പോലീസിന്റെ പെട്രോളിംഗ് വാഹനത്തിന്റെ മുന്നിൽ എത്തിപ്പെട്ടത് കൊണ്ട് മാത്രമാണ് രക്ഷപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. ഇവര് ആദ്യം ആവശ്യപ്പെട്ടത് പണവും പിന്നീട് ആഭരണങ്ങളുമാണ്. അതില്ല എന്ന് മനസ്സിലാക്കിയ ശേഷം യുവതിയെ ഇരുചക്ര വാഹനത്തിൽ തന്നെ കടത്തിക്കൊണ്ടുപോകാനായുള്ള ശ്രമവും നടന്നു എന്നുള്ള ഗുരുതരമായ കാര്യങ്ങളാണ് ഇപ്പോൾ ബന്ധുക്കൾ നമ്മളോട് പറയുന്നത്. എന്തായാലും തോട്ടപ്പള്ളി പല്ലന ഭാഗം കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ അത് ഒരു കോസ്റ്റൽ റൂട്ടും കൂടിയാണ്. അവിടെ വളരെ ശക്തമായ പെട്രോളിംഗ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടതാണ്. എന്നാൽ ഈ കേസിന്റെ കാര്യത്തിലടക്കം ചില വീഴ്ചകൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന്, അതായത് ഡ്യൂട്ടി കഴിഞ്ഞ് ഇനി നാളെ പരിശോധിക്കാമെന്നടക്കമുള്ള
രീതിയിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായെന്നുള്ള ആരോപണങ്ങളൊക്കെ എന്തായാലും ഉയർന്നു വരുന്നുണ്ട്. മാത്രമല്ല ഈ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടും ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ടും നിരന്തരം അത്തരത്തിൽ സ്ത്രീകൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ പോലീസ് പട്രോളിംഗ് കർശനമാക്കേണ്ട സാഹചര്യമുണ്ട് എന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. എന്തായാലും മറ്റൊരു പോലീസ് വാഹനത്തിന്റെ മുന്നിലേക്ക് തന്നെ യുവതി എത്തിപ്പെട്ടു എന്നുള്ളത് ഭാഗ്യമാണ്. കാരണം തലക്കടിച്ച് വീഴ്ത്തിയതിനു ശേഷം കടത്തിക്കൊണ്ട് പോകാൻ, സ്വർണ്ണമില്ല എന്നറിഞ്ഞപ്പോൾ കടത്തിക്കൊണ്ട് പോകാനുള്ള ശ്രമമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ സുബിന ആശുപത്രിയിലുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ്. വല്ലാത്തൊരു ട്രോമ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം മാനസികമായി ഭയങ്കരമായി ഭയന്നു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ കൗൺസിലിംഗ് അടക്കമുള്ള കാര്യങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ശരണ്യ സൂചിപ്പിച്ച പോലെ അല്പം മുമ്പ് സംസാരിച്ച ആ നാട്ടിലെ ആൾ പറഞ്ഞ പോലെ ആണോ അവിടുത്തെ സാഹചര്യം? അതായത് ഇത്തരം എന്താ പറയുക ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് നാട്ടുകാർക്കും പൊതുജനങ്ങൾക്കും ശല്യമാവുന്ന രീതിയിലുള്ള ചില എലമെൻറ്റുകൾ അവിടെ വളർന്നു വരുന്നുണ്ടോ? അതെ, ഈ ഞാൻ പറഞ്ഞതുപോലെ ആ പ്രദേശത്ത് ഒരു രാത്രി ആയിക്കഴിഞ്ഞാൽ അധികം ആ റോഡിലേക്ക് ആളുകളൊന്നും വരാത്ത, അതൊരു തോട്ടപ്പള്ളി മുതൽ വലിയഴിക്കൽ വരെയുള്ള തീരദേശ റോഡാണ്. അതുകൊണ്ട് തന്നെ രാത്രി ഒരു സമയം കഴിഞ്ഞാൽ പിന്നെ ആളുകൾ വളരെ കുറവാണ്. മാത്രമല്ല മദ്യപാന സംഘങ്ങളും ഒക്കെയുള്ള വഴികളാണ് എന്നാണ് ഇപ്പോൾ നമുക്ക് ആളുകളുടെ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അത്തരത്തിൽ പരാതികൾ പോലീസിന് ഇതിനു മുമ്പും ലഭിച്ചിട്ടുള്ള ഒരു മേഖല കൂടിയാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ അവിടെ പോലീസ് പട്രോളിംഗ് എന്നുള്ള ഒരു സംഭവം കൊണ്ട് മാത്രമേ അത്തരത്തിൽ കാര്യങ്ങൾ പരിശോധിക്കാൻ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളെ അമർച്ച ചെയ്യാനോ കഴിയുന്ന ഒരു സാഹചര്യമുള്ളൂ. പക്ഷേ പെട്രോളിംഗ് വളരെ പരിമിതമാണ്. പ്രത്യേകിച്ച് കോസ്റ്റൽ പോലീസാണ് അവിടെ നോക്കുന്നത്. അവര് ഈ പറഞ്ഞ പോലെ നിരന്തരം ആക്ഷേപം ഉയരുന്ന ഒരു വിഭാഗം കൂടിയാണ് ഈ കോസ്റ്റൽ പോലീസ്. അതുകൊണ്ട് തന്നെ അത്തരം പെട്രോളിംഗ് അടക്കമുള്ള കാര്യങ്ങളിലും ഇവരുടെ ഭാഗത്ത് നിന്ന് വീഴ്ച വരുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ജനങ്ങൾ ഉന്നയിക്കുന്ന ആരോപണം. എന്തായാലും ഇന്നലെ നടന്ന സംഭവത്തിൽ ആ പെൺകുട്ടി പലതവണ ആക്രമിക്കപ്പെട്ടതിന് ശേഷം ആണ് പോലീസ് ജീപ്പിന്റെ മുന്നിലേക്ക് എത്തിപ്പെട്ടത്. എന്തായാലും അത് വലിയ ഭയാനകമായ സംഭവം തന്നെയാണ്. CCTV ദൃശ്യങ്ങൾ കാണുന്നത് പോയ വഴിക്കുള്ള ഒരു വീട്ടിൽ നിന്നുള്ളതാണെന്ന് തോന്നുന്നു. അതും കഴിഞ്ഞ് കുറെ കഴിഞ്ഞിട്ടാണോ ഈ സംഭവം ഉണ്ടായത്? അത് ആൾപ്പാർപ്പില്ലാത്ത പ്രദേശമാണോ? ഈ പല്ലന്ന സ്കൂളിന്റെ സമീപത്ത് വെച്ചിട്ടാണ് ഈ അപകടം ഉണ്ടായത് എന്നാണ് ഇപ്പോൾ നാട്ടുകാരെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് അത് അങ്ങനെയാണ് മനസ്സിലായത്. ഒരു തീരദേശ റോഡെന്ന് പറഞ്ഞാൽ തീരദേശ വലിയ വിജനമായ റോഡൊന്നുമല്ല. അതൊരു അത്യാവശ്യം ആളുകളുണ്ട്. പക്ഷേ ഈ രാത്രി സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ എത്രമാത്രം സുരക്ഷിതത്വം, അതായത് ഇതൊരു സുബിന ഇന്നലെ ഇവിടുന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് പോകുമ്പോൾ ഏകദേശം 10:50 കഴിഞ്ഞു, 11 മണിയോട് അടുത്തിരുന്നു, 11 മണി കഴിഞ്ഞിരുന്നു എന്നാണ് അവർ നമ്മളോട് പറയുന്നത്. അപ്പോൾ ഇവിടുന്ന് അവിടം വരെ ഓടിയെത്താൻ, വണ്ടാനം മെഡിക്കൽ കോളേജിൽ നിന്ന് പല്ലന വരെ എത്തണമെങ്കിൽ തന്നെ ഏകദേശം ഒരു അരമണിക്കൂറിന് മേളിലുള്ള യാത്രയുണ്ട്. ആ യാത്ര കഴിഞ്ഞ് അവിടെ എത്തിയപ്പോഴാണ് അത്രയും ലേറ്റ് ആവുന്നൊരു സാഹചര്യം ഉണ്ടായത്. 11:50 ആയപ്പോഴാണ് ഈ സംഭവം നടക്കുന്നതും ആളുകളൊക്കെ ഇത് അറിയുകയും ചെയ്യുന്നത്. പക്ഷേ ഇത്രയധികം കാര്യങ്ങളെ ഒരു സ്ത്രീ അവിടെ അതിനെ അതിജീവിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. അതായത് വാഹനത്തിൽ കുറെ ദൂരം പിന്തുടർന്ന ശേഷം നമ്മൾ ആ ദൃശ്യങ്ങൾ കാണുന്നത് ഇവരുടെ രണ്ടുപേരുടെയും, ഈ സുബിനയുടെയും ഒപ്പം തന്നെ ഈ പുറകെ ളുടെയും വാഹനം അതിവേഗത്തിൽ കടന്നു പോകുന്നതാണ്. അത്രയും ആ പെൺകുട്ടി വാഹനം ഓടിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചു. അത് പറ്റില്ല. ഒരു പെൺകുട്ടി ഒറ്റപ്പെട്ടു എന്നൊരു സാഹചര്യം വന്നപ്പോൾ അവളെ തലക്കടിച്ച് വീഴ്ത്തുന്നു. അതിനുശേഷം അവളുടെ വാഹനം നിയന്ത്രണം വിട്ട് ആ പോസ്റ്റിലിടിക്കുന്നു. ആ അപകടത്തിലൊക്കെ നമ്മളൊന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഒരു മരണം ഇരിക്കുന്ന രീതിയിലാണ് ആ പോസ്റ്റിലിടിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ആ ഹെൽമെറ്റ് വെച്ചിരുന്നുകൊണ്ട് മാത്രമാണ് അവർ രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. വാഹനം നിയന്ത്രണം വിട്ട് പോസ്റ്റിലിടിച്ചപ്പോഴും ഗുരുതരമായ രീതിയിലുള്ള അപകടങ്ങൾ ഉണ്ടായേനെ. പക്ഷേ എന്തായാലും തലനാരിഴക്ക് അതിനെയൊക്കെ അതിജീവിച്ച് വേറൊരു വീട്ടിലേക്ക് ഓടിക്കറന്നു. അവിടെ ആളില്ലായിരുന്നു. അവർക്ക് അവിടെ നിന്ന് വലിച്ചിഴച്ച് ഇരുചക്ര വാഹനത്തിലേക്ക് കയറ്റാൻ ശ്രമിച്ചു എന്നാണ് ആ പെൺകുട്ടിയുടെ കുടുംബം നമ്മളോട് പറയുന്നത്. ഈ സുബിനോട് നമുക്ക് ചോദിക്കാൻ പോലും കഴിയില്ല. കാരണം സുബിന അത്ര മാനസികമായി, ഒന്നാമത് അടിച്ച് വീണതിൻ്റെ ഒക്കെ പ്രശ്നങ്ങളുണ്ട്. അതിനപ്പുറം മാനസികമായി വലിയ ഭീതിയിലാണ് ഇപ്പോൾ ആ യുവതി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഉള്ളത്. എന്തായാലും പോലീസ് ഇതിനെ ഗൗരവകരമായി തന്നെ കാണുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ നൈറ്റ് പട്രോളിംഗ് അടക്കമുള്ള വിഷയങ്ങളും ഒപ്പം തന്നെ ഇത് കൂടുതൽ പരിശോധനകൾ ആവശ്യമുണ്ടെന്ന് കുടുംബം ആവശ്യപ്പെട്ടപ്പോൾ അത് ഇന്ന് ഡ്യൂട്ടി കഴിഞ്ഞു നാളെ ആവട്ടെ എന്ന് പറഞ്ഞു എന്നാണ് നമുക്ക് ലഭിക്കുന്ന മറുപടി. അങ്ങനെയാണെങ്കിൽ അതേക്കുറിച്ചുള്ള ഗൗരവകരമായ കാര്യങ്ങളൊക്കെയും ഇനി പുറത്തു വരേണ്ടിയിരിക്കുന്നു. ഗോപി, തീർച്ചയായും ശരണ്യ പറഞ്ഞതുപോലെ തന്നെ അതീവ ഗുരുതരമായ ഒരു വിഷയമാണ്. വരും മണിക്കൂറുകളിൽ അതിൻ്റെ വിശദാംശങ്ങൾ കിട്ടുമെന്നും പിന്നെ ഈ അക്രമികളെ കണ്ടെത്താൻ കഴിയുമെന്നും പ്രതീക്ഷിക്കുന്നു.